ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പെസഹ അപ്പവും പാലും എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ പെസഹ അപ്പം പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ചിലയിടങ്ങളിലെ കുരിശപ്പം എന്ന്, പുളിപ്പില്ലാത്ത അപ്പം, പിന്നെ അൺലെവൻഡ് ബ്രെഡ് എന്ന് ഒക്കെയാണ് അറിയപ്പെടുന്നത്. നമ്മൾ അതായത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ പെസഹ വ്യാഴാഴ്ച രാത്രിയിൽ അല്ലെങ്കിൽ മോണ്ടി തേഴ്സ്ഡേ നൈറ്റിൽ വിളമ്പാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു പുളിപ്പില്ലാത്ത ഒരു റൈസ് കേക്കാണ് ഈ പെസഹ അപ്പവും ഹോളി കമ്മ്യൂണിയനും തമ്മിൽ, ഹോളി കുർബാനയും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്. അതായത് ഈ പെസഹ വ്യാഴാഴ്ച ദിവസം യേശുക്രിസ്തുവും ഡിസൈപ്പിൾസും കൂടെ ലാസ്റ്റ് സപ്പർ, അതായത് അന്ത്യ അത്താഴം കഴിച്ചതിൻ്റെ ഓർമ്മയ്ക്കായും, അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പായിട്ട് യേശു തൻ്റെ ശിഷ്യന്മാരുടെ 12 ഡിസൈപ്പിൾസിൻ്റെ കാല് കഴുകിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ പെസഹ വ്യാഴാഴ്ച ദിവസം പെസഹ വ്യാഴാഴ്ച ദിവസം ആചരിക്കുന്നത്. പക്ഷേ ഇതിൽ പിന്നെ അത് ഈ പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയാൻ കാരണം ഇത് ഒട്ടും തന്നെ ഇത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നില്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ അറിയപ്പെടുന്നത്. പിന്നെ കുരിശപ്പം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അത് ഈ പാം സൺഡേ അല്ലേ, ഹോശാന ഞായറാഴ്ച ചില ക്രിസ്ത്യൻ കോൺഗ്രിഗേഷനിൽ ഈ കുരുത്തോല കൊടുക്കും. ആ കുരുത്തോല വെച്ച് ഈ അപ്പത്തിൻ്റെ മുകളിൽ വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അതിന് കുരിശപ്പം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നെങ്കിലും നമുക്ക് ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഈ പെസഹ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത്, ഈ ഉഴുന്ന് ഒരു 1/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു തവയിലിട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. റോസ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ റോസ്റ്റ് ചെയ്താലുള്ളത് ആ ഒരു പച്ചയായിട്ടുള്ള ആ അപ്പത്തിൻ്റെ ആ ടേസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾക്ക് എന്താ പറയുക, സമയമില്ലാത്തവർ അതെന്താ ഈ ഉഴുന്ന് ഒരു 2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചാൽ മതി, കുതിർത്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ്സ് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 5 മിനിറ്റ്സോളം ഞാൻ ഇത് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓഫാക്കുക. ഇനി എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇത് ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതൊരു മിനിമം ഒരു 3-4 ടൈംസ് കഴുകിയിട്ട് ഇത് നകക്കെ വെള്ളമിട്ട് ഒരു മിനിമം 2 ഹവേഴ്സോളം കുതിർത്ത് വെക്കുക. ഇതിങ്ങനെ വെള്ളം മേളിൽ കിടക്കത്തക്ക രീതിയിൽ സോക്ക് ചെയ്ത് വെക്കുക. പെസഹ അപ്പം ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇവിടുത്തിരിക്കുന്ന സാധനങ്ങൾ 1 കപ്പ് റോസ്റ്റഡ് അരിപ്പൊടി, അപ്പത്തിൻ്റെ പൊടി അല്ലെ പാലപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ പൊടി നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ഈ 1 കപ്പ് റോ റൈസ്, പച്ചരി ഒരു 2 ഹവേഴ്സോളം സോക്ക് ചെയ്ത ശേഷം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുത്താൽ മതി. പിന്നെ എടുത്തേക്കുന്നത് നെക്സ്റ്റ് ഗ്രേറ്റഡ് കോക്കനട്ട് ആണ്. അത് നിറച്ച് 1 കപ്പ് ഹീപ്പായിട്ട് എടുത്ത 1 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട്. 1/4 കപ്പ് ഉഴുന്നുപരിപ്പ്, 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ് ജീരകം, 3 ചെറിയുള്ളി അല്ലെ സാമ്പാർ ഒനിയൻ അല്ലെ ഷാലറ്റ് അത് യൂസ് ചെയ്യുന്നു. പിന്നെ 2 ഗാർലിക് അല്ലെങ്കിൽ വെളുത്തുള്ളി, പിന്നെ 1/2 ടീസ്പൂണ് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഉഴുന്ന് ആ സോക്ക് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് അപ്പത്തിൻ്റെ മറ്റ് ചില കാര്യങ്ങൾ ചെയ്യാം.
ഒരു ചുവട് കട്ടിയുള്ളതായ ഒരു നോൺ സ്റ്റിക്കോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ച ഈ അരിപ്പൊടി മീഡിയം ഫ്ലെയിമിലായിരിക്കണേ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരു 4 to 5 മിനിറ്റ്സ് ചെറിയ തീയിൽ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക. ഓൾറെഡി ഇത് പിന്നെ പാക്കറ്റിൽ കിട്ടുന്ന പൗഡറാണ്, റോസ്റ്റഡ് ആണ്, എന്നാലും ഒന്നുകൂടെ ചെയ്യുക. ഇപ്പോൾ ഇത് 4 മിനിറ്റ് കഴിഞ്ഞു. ഇത് ചെയ്യുമ്പോൾ കൈ മാറാതെ ഇങ്ങനെ എല്ലാ വശത്തും ഒരുപോലെ പൊടി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം ഓൾറെഡി ഇത് റോസ്റ്റഡ് പൗഡർ ആയതുകൊണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തു. ഇത് ഇനി നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഇത് ഇപ്പോൾ ഉഴുന്ന് ഏകദേശം ഒരു 2 hours സോക്ക് ചെയ്താണ്. ഇത് നമ്മൾക്ക് ഒരു ചെറിയ ഞാൻ മിക്സിയുടെ ബൗളിലേക്ക് എടുത്തു മാറ്റിയിട്ട് നല്ലതായിട്ട് ക്രീമി ആയിട്ട് ഇത് അരയ്ക്കണം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെ പാതി വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് അരച്ച് നോക്കട്ടെ. ഒത്തിരി ലൂസ് ആകാനായിട്ട് പാടില്ല. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ ആദ്യം ഒന്ന് അരക്കട്ടെ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബാക്കി വെള്ളം കൂടെ അരച്ചിട്ട് എടുക്കുക. അതിൻ്റെ നല്ല സ്മൂത്ത് ആൻഡ് ക്രീമി ആയിരിക്കണം അരച്ചെടുക്കുമ്പോൾ. ഞാൻ ബാക്കി വെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കുവാണ്. ടോട്ടൽ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഉഴുന്ന് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അത് ഞാൻ നമ്മൾ എടുത്തു വെച്ച റോസ്റ്റ് ചെയ്ത അരിപ്പൊടിയിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ആ സെയിം ജാറിൽ തന്നെ തിരുമ്മി വെച്ചിരിക്കുന്നതായ കോക്കനട്ടും ബാക്കി ഉള്ളിയും വെളുത്തുള്ളി ജീരകം എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക. അല്ലെ അരഞ്ഞു പോകും, ഒത്തിരി പേസ്റ്റ് പോലെ അങ്ങനെയൊന്നും വേണ്ട. ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തേച്ചാൽ മതി. രണ്ട് വെളുത്തുള്ളി, 3 ചെറിയ ഉള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇനി ഇതിനകത്ത് ഇതിൻ്റെ പാതി, ഇത് 1/2 കപ്പ് വെള്ളമുണ്ട്, നമുക്ക് 1/4 കപ്പ് ഒഴിച്ച് നോക്കാം. ഞാൻ 1/4 കപ്പ് വെള്ളം അരച്ചപ്പോൾ അരച്ചെടുത്തതാണ്. ഇത് അല്പം കൂടെ ബാക്കി വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇതാണ് അതിൻ്റെ പരുവം. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. ലംപ്, അതായത് കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോൾട്ട്, ഉപ്പ് ചേർത്തു. പിന്നെ ഈ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഈ വെള്ളം ഇങ്ങനെ കഴുകി ഒഴിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ കോക്കനട്ട് മിൽക്ക് ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നമ്മൾക്ക് കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ ഇങ്ങനെ ഇതേപോലെ വെള്ളം ചേർത്താൽ മതി. 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചപ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് എന്താ പറയുന്നത്, ഇഡ്ഡലിയുടെ ബാറ്ററിൻ്റെ ആ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ബാക്കി 1/2 കപ്പ് വെള്ളം കൂടെ ഇതിനോട്ട് ചേർക്കുക. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങളുടെ കയ്യിൽ കോക്കനട്ട് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ മതി. ടോട്ടൽ എല്ലാം ഇത് കഴുകി ഒരു
1/2 കപ്പ് വേണ്ടി വരും. അത് ഞാൻ ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് ഈ തിക്നെസ്സിൽ ഇത് ഒരു 45 മിനിറ്റ്സ് മിനിമം, അതിൽ കൂടുതൽ വേണ്ട, റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഇത് സ്റ്റീമറിൽ വെച്ച് അപ്പം ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ഇത് 45 മിനിറ്റ്സിലേക്ക് റെസ്റ്റ് ആക്കാനായിട്ട് വെക്കാം. നമുക്ക് മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് നമുക്കിത് ടിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് ഒരു എന്താ പറയുന്നത് പാലുണ്ടാക്കാം, ശർക്കര വെച്ചുള്ള. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് ശർക്കരയുടെ പൗഡറാണ് എടുത്തത്. അതല്ല, ഇത് 1/4 to 1 കപ്പ് വരെ പോകുന്നതിന് കുഴപ്പമില്ല. ഇനി ശർക്കര ഈ പീസ് പോലുള്ള ആണെങ്കിൽ ഒരു 4 കഷ്ണത്തിൻ്റെ കാര്യമേ ഉള്ളൂ. അതിങ്ങനെ പൊടിച്ചിട്ട് ഇതേപോലെ പൗഡറാക്കാം. അതല്ല എങ്കിൽ ഇതിലേക്ക് ഞാനൊരു ഇത് 1/2 കപ്പ് വെള്ളമാണ്. ആദ്യം നമുക്കൊരു കുറച്ച് ഒഴിച്ചിട്ടില്ല, 1/4 കപ്പും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. ഇതൊന്ന് ഇതിനകത്ത് അലിയിക്കാം, നന്നായിട്ട് ഇത് ഡിസോൾവ് ആകട്ടെ ഇതിൽ കിടന്ന്. ഇതെല്ലാം അലിഞ്ഞിട്ടില്ല, അലിഞ്ഞുകൊണ്ട് വരുന്നതേ ഉള്ളൂ. ഞാനതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചേക്കാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് ഒഴിക്കേണ്ടതായ കോക്കനട്ട് മിൽക്കിനെ പറ്റി പറയാം. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലിക്വിഡ് കോക്കനട്ട് മിൽക്കാണ്. പിന്നെ നല്ല കോക്കനട്ട് തിരുമ്മിയത് കയ്യിലുള്ളവർക്ക് അത് പിഴിഞ്ഞ് പാലെടുത്തിട്ട് 1-ാം പാലും 2-ാം പാലും എടുക്കാം. ഇത് നമ്മുടെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം മിൽക്ക് പൗഡറാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ പിന്നെ എന്താ പറയുക തിന്നായിട്ടുള്ള കൺസിസ്റ്റൻസി, അതായത് കട്ടി കുറഞ്ഞ പാലാണെങ്കിൽ ഒരു 1 കപ്പ് വാം വാട്ടറിനകത്ത് 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് ഡിസോൾവ് ആക്കി എടുക്കുക. അത് തിക്ക് പാലിന് വേണ്ടിയിട്ട് 1 കപ്പ് വാം വാട്ടറിന്, അതായത് ഇളം ചൂടുവെള്ളത്തിന് 3 ടേബിൾ സ്പൂൺ, അത് 4 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല, അത് ഡിസോൾവ് ചെയ്ത് അങ്ങനെ മിൽക്ക് എടുക്കാം. എൻ്റെ കയ്യിൽ അത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ലിക്വിഡ് കോക്കനട്ട് മിൽക്കാണ്. നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിനായിട്ട് നമുക്ക് 2 കപ്പ് കട്ടി കുറഞ്ഞ തിൻ മിൽക്കാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇത് ഏകദേശം 1 കപ്പ് ഒരു പാക്കറ്റ് ലിക്വിഡ് മിൽക്കാണ്. അതാണ് ഇത്. അതിലേക്ക് ഞാൻ അത്രയും തന്നെ 1 കപ്പ് വെള്ളം ചേർക്കുന്നു. അപ്പോൾ നമുക്ക് തിന്നായിട്ടുള്ളതായ മിൽക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് എടുത്ത് നമുക്കിതിൻ്റെ കുറുക്കുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി, അതായത് അപ്പത്തിൻ്റെ അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലൽപ്പം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. കാരണം കട്ട കെട്ടാതിരിക്കാൻ വേണ്ടി, ലംബാകാതെ നല്ല സ്മൂത്തായ കൺസിസ്റ്റൻസിയിൽ നമുക്കിത് ലഭിക്കാൻ വേണ്ടിയാണ്. ശർക്കര നല്ലതായിട്ട് ഉരുക്കിയിട്ടുണ്ട്. ഇതിനകത്ത് അഴുക്കൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ ആ 2-ാം പാല് ഒഴിക്കുന്നു. ഒന്ന് ചൂടാകട്ടെ. രണ്ടാം പാലും ശർക്കരയും എല്ലാം ഒരുവിധം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ലൂസിലല്ലേ ഇരിക്കുന്നത്. ഇത് നമുക്ക് തിക്കൻ ചെയ്യാൻ വേണ്ടി, കട്ടിയാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ ഈ 2-ാം പാലിൻ്റെ അല്പം എടുത്ത് ഈ 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയിൽ ഇത് ചെയ്തതാണ്. അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു. അത് തിക്കാകാൻ വേണ്ടിയാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാൻ വേണ്ട അരിപ്പൊടി എന്ന് പറയുന്നത് 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ആണ്. ഇത് ഇങ്ങനെ ഇളക്കുമ്പോൾ ഇത് കട്ടിയായിട്ട് കുറച്ച് തിക്കായിട്ട് വരും.
ഇതിപ്പോൾ തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതാണ് നല്ല, അല്ലെങ്കിൽ അത് ചിലപ്പോൾ പിരിഞ്ഞു പോകാനോ വല്ല പോസിബിലിറ്റി ഉണ്ടാകാൻ ഇടയാണ്. അതുകൊണ്ട് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതായത് ഇത് ഒരുവിധം തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് 200 ml 1 കപ്പ് മിൽക്ക്, തിക്ക് മിൽക്ക്, കോക്കനട്ട് മിൽക്ക് അത് ആണ് ഇത്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് അല്പം എടുത്ത് മാറ്റി വെക്കുന്നു. അതിലേക്ക് ബാക്കി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നു. ഇനി ഇത് നമ്മൾ തിളപ്പിക്കരുത്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് കാർഡമം പൗഡർ, 1/4 ടീസ്പൂണ് ജിഞ്ചർ പൗഡർ, ചുക്കുപൊടി. ഇത് ഈ മിൽക്കിനകത്ത്, ആ 1ാം പാലിനകത്ത് ഞാനിത് കലക്കി ഇതിനകത്ത് ഒഴിക്കുകയാണ്. കട്ടകളൊന്നും കെട്ടാതെ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നു. നല്ലതായിട്ട് മിക്സ് ചെയ്യുക. തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഇച്ചിരി കൂടെ തിക്കായിട്ട് വരും. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇടുക. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. അങ്ങനെ പെസഹ അപ്പത്തിൻ്റെ പാല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 45 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഈ അപ്പത്തിൻ്റെ മാവ് ഒരു സ്റ്റീൽ പ്ലേറ്റ് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് എടുക്കുക. അതിനകത്ത് അല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ഇത് ഈ പ്ലേറ്റിൽ മൊത്തം സ്പ്രെഡാണ്. ഈ പ്ലേറ്റിലേക്ക് മാവ് ഒഴിക്കുക. ഇനി ഈ മാവ് ഒരു സ്റ്റീമർ അല്ലെങ്കിൽ ഇഡ്ഡലി കുക്കർ ഒരു 5 മിനിറ്റ്സ് മുമ്പ് ഞാൻ എടുത്ത് വെച്ചിരുന്നു. അത് വെള്ളം നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് പതുക്കെ ഇറക്കി വെക്കുക. വലിയ സ്റ്റീമർ ആണെങ്കിൽ ഇത് ഒറ്റ പ്ലേറ്റിനകത്ത് നമുക്ക് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഒരു ക്രോസ്, അതായത് ഹോശാന ഞായറാഴ്ച ചില ചർച്ചുകളിൽ ഇത് കൊടുക്കും. അതാണ് ഇതിൻ്റെ മണ്ടയ്ക്ക് ആ കുരുത്തോല കട്ട് ചെയ്ത് ഒരു ക്രോസ് ഞാൻ അതിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് അടയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുക. നമുക്ക് ഇത് ഇനി കുക്കായോ എന്ന് നോക്കാം. അതിന് ഒരു ടൂത്ത് പിക്ക് അടിച്ച് ഒന്ന് പ്രിക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ അറ്റത്തൊന്നും പറ്റുന്നില്ല എങ്കിൽ അത് കുക്കായെന്നാണ് അർത്ഥം. ഇതിനൊന്നും ആയിട്ടില്ല, ഇത് കുക്കായിട്ടുണ്ട്. ഏകദേശം ഞാൻ 20 അല്ല 25 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ സ്റ്റവ് ഓഫ് ചെയ്യുക. ഇത് തണുത്ത ശേഷം നമുക്ക് പ്ലേറ്റിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ പെസഹ അപ്പവും പാലും ഇവിടെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നു. അതായത് നിങ്ങളും ഇതേ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ചെയ്ത ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് തരിക. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ട
എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു. തുടർന്ന് ഇനി ഞാൻ വേറൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.